ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 6-ലെ 5-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ. നിശേഷ പൂർണ്ണമായും, വിശ്വരചന വിശ്വസൃഷ്ടി അല്ലെങ്കിൽ ഈ ലോകസൃഷ്ടി, വിശ്വരചനാച ഈ ലോകസൃഷ്ടി ആകുന്നു. കടാക്ഷമോക്ഷ കടാക്ഷമോക്ഷം. കടാക്ഷം എന്നാൽ നോട്ടം, മോക്ഷം എന്നാൽ മോക്ഷദായകമായ. കടാക്ഷമോക്ഷ മോക്ഷദായകമായ അല്ലെങ്കിൽ ആകർഷകമായ ആ ഭഗവാന്റെ നോട്ടം അല്ലെങ്കിൽ ഭഗവാന്റെ ലീലാകടാക്ഷം, കടക്കൺ നോട്ടം. ഭഗവാനെ അങ്ങയുടെ കടക്കൺ നോട്ടം ആകുന്നു ഈ പരിപൂർണമായ ലോകസൃഷ്ടിക്ക് തന്നെ കാരണമായിരിക്കുന്നത്. കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ. കർണൗ ചെവികൾ, ദിശോ ദിശഃ ദിക്കുകളാകുന്നു, അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു. അശ്വിയുഗളം അശ്വിനീ ദേവന്മാർ. ദസ്രൻ നാസത്യൻ എന്നു പേരായ ഇരട്ടകളായ അശ്വിനീ ദേവന്മാർ. ഇവർ സൂര്യദേവൻ്റെയും സജ്ഞാദേവിയുടെയും മക്കളാണെന്ന് പറയുന്നു. ഇങ്ങനെ ഈ 2 അശ്വിനീ ദേവന്മാർ, അതാണ് യുഗളം 2, അശ്വിയുഗളം 2 അശ്വിനീ ദേവന്മാർ. തവ നാസികേ ദ്വേ. തവ അങ്ങയുടെ നാസികേ നാസാരന്ധ്രങ്ങൾ, മൂക്കിൻ്റെ ദ്വാരങ്ങൾ. ദ്വേ 2 നാസാരന്ധ്രങ്ങൾ ആകുന്നു. അങ്ങയുടെ 2 നാസാരന്ധ്രങ്ങളാകുന്നു ഈ ദസ്രൻ നാസത്യൻ എന്നു പേരായ 2 അശ്വിനീ ദേവന്മാർ ആയിരിക്കുന്നത്. ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ. ലോഭത്രപേ ലോഭവും ത്രപവും. ലോഭമെന്നാൽ അത്യാഗ്രഹം, ത്രപം എന്നാൽ ലജ്ജ. ലോഭത്രപേ ച അത്യാഗ്രഹവും ലജ്ജയും ആകുന്നു ഭഗവന്നധരോത്തരോഷ്ടൗ. ഭഗവാന്റെ അധരോത്തരോഷ്ടൗ. ഓഷ്ടൗ എന്ന് പറഞ്ഞാൽ ചുണ്ട്, അധരോത്തരോഷ്ടൗ എന്ന് പറഞ്ഞാൽ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും. ഭഗവാന്റെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടുമാകുന്നു ലോഭവും ത്രപവുമായിരിക്കുന്നത്, അത്യാഗ്രഹവും ലജ്ജയും ആയിരിക്കുന്നത്. താരാഗണശ്ച ദശനാഹ ശമനശ്ച ദംഷ്ട്രാ. താരാഗണശ്ച താരാഗണാഹ ച. താരാഗണാഹ എന്നാൽ നക്ഷത്ര സമൂഹങ്ങൾ, നക്ഷത്രജാലങ്ങൾ. താരാഗണശ്ച നക്ഷത്ര സമൂഹങ്ങളായിരിക്കുന്നു. ദശനാഹ പല്ലുകൾ. ഭഗവാന്റെ ദന്തനിരകളാണ് നക്ഷത്ര സമൂഹങ്ങൾ ആയിരിക്കുന്നത്. ശമനശ്ച ദംഷ്ട്രാ. ശമനഃ കാലൻ അല്ലെങ്കിൽ യമധർമ്മൻ. ച യമധർമ്മൻ ആയിരിക്കുന്നു. ദംഷ്ട്രാ ഭഗവാന്റെ ദംഷ്ട്രകൾ അല്ലെങ്കിൽ കോമ്പല്ലുകൾ ആയിരിക്കുന്നത്. ഭഗവാനെ അങ്ങയുടെ ദന്തനിരകൾ നക്ഷത്ര സമൂഹങ്ങൾ ആകുന്നു. അങ്ങയുടെ കോമ്പല്ല് ആയിരിക്കുന്നു യമധർമ്മനും ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് ഒന്നുകൂടി പറയാം. അല്ലയോ ഭഗവാനെ, ഈ പരിപൂർണമായ ലോകസൃഷ്ടിക്ക് തന്നെ അങ്ങയുടെ കടക്കൺ നോട്ടമാണ് കാരണമായിരിക്കുന്നത്. അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു. അവിടുത്തെ 2 നാസാരന്ധ്രങ്ങൾ ആകുന്നു ദസ്രൻ നാസത്യൻ എന്നു പേരുകളായ 2 അശ്വിനീ ദേവന്മാർ ആയിരിക്കുന്നത്. അത്യാഗ്രഹവും ലജ്ജയും അങ്ങയുടെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും ആകുന്നു. ആ മനോഹരമായ ദന്തനിരകൾ നക്ഷത്ര സമൂഹങ്ങളും കോമ്പല്ല് യമധർമ്മനുമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ
ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ. ആറാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.